ചിക്കൻ ചീസ് ബോൾ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളക് ഇതുപോലെ അരിഞ്ഞു വെച്ചതും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വാടാനായിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. സവാള ഒന്ന് വാടി വന്ന സമയത്ത് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ രണ്ടും കൂടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ആ നേരം കൊണ്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറിമസാലപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് വേവിച്ച ചിക്കൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇതാ എല്ലാം കൂടെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് കൈകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ സാധനമാണ് മൊസറല്ല ചീസ്. ഇനിയിപ്പോൾ നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്നതിന് കുറേശ്ശെ എടുത്തുങ്ങായിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് അത് പരത്തിങ്ങായിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ എല്ലാതും ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ അതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്ന് എടുത്തിട്ട് കോൺഫ്ലോർ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ചൂടായ ഓയിലിലേക്ക് ഇട്ടുങ്ങായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കളറിലായി വരുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ ചീസ് ബോൾ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്.